സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നത്. 1600 രൂപ വീതമാണ് പെൻഷനായി ഇവർക്ക് ലഭിക്കുന്നതും. ഈ പെൻഷൻ തുക 1700 രൂപയിലേക്ക് ഉയർത്തുമെന്ന് അറിയിപ്പുകൾ ഉണ്ട്. 100 മുതൽ 200 രൂപ വരെയുള്ള വർധനവ് ഉണ്ടാകാനാണ് സാധ്യതകളുള്ളത്. ഈ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1600 രൂപ ാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇത് 1700 രൂപയോ 1800 രൂപയോ ആയി ഉയർത്തുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ പെൻഷൻ തുക ഉയർത്തുകയാണെങ്കിൽ നിരവധി ആളുകൾക്കായിരിക്കും അതിന്റെ പ്രയോജനം ലഭിക്കുക. എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക എത്തുകയാണെങ്കിൽ വലിയ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. ഇത് ചെയ്യുന്നതിനായി ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് അവസരമുള്ളത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതുമായിരിക്കും. കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ആ വിവരം വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിച്ചു വരുന്നത്. ഇനി 2 മാസത്തെ കുടിശ്ശിക കൂടിയാണ് നൽകാനുമുള്ളത്. മെയ് മാസത്തിൽ കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതമാണ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നൽകാനുള്ള 2 കുടിശ്ശിക ഓണത്തിന് മുമ്പായി തന്നെ വിതരണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി 3200 രൂപ കൂടിയാണ് ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ളത്. കൂടാതെ ഈ പെൻഷൻ തുകയിൽ കുറച്ചു പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കാശ് അക്കൗണ്ടിൽ എത്തണമെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ കേന്ദ്ര വിഹിതം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതല്ല. സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്കിൽ ചെന്ന് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്യേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെയും കുടിശ്ശിക പരിപൂർണമായി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത്. കൂടാതെ എല്ലാവരും തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഈ മസ്റ്ററിംഗ് തീർച്ചയായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവരും വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മസ്റ്ററിംഗ് നടപടികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ടതുമാണ്.